പുറപ്പാട് പുസ്തകം 14 അധ്യായം 20 വാക്യം. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിലടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തെ കരുതിയതായ വിധങ്ങളാണ് നാം പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ വായിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകുന്നതായ ഇസ്രായേൽ ജനത്തെ കൊന്നുകളയേണ്ടതിന് ഫറവോൻ്റെ സൈന്യം വളരെ പെട്ടെന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നാലെ പാഞ്ഞെടുത്തു വരികയാണ്. എന്നാൽ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യമാണ് നാം ഈ വാക്യങ്ങളിലൂടെ വായിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ ജനം അത്രമാത്രം അറിഞ്ഞു കാണുകയില്ല ദൈവം അവർക്ക് വേണ്ടി ചെയ്തതായ ഈ വൻകാര്യത്തെ. എന്താണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്? 19 വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിലടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇസ്രായേൽ ജനം അറിയാതെ ദൈവം ചെയ്തതായ ഒരു അത്ഭുത പ്രവൃത്തിയാണിത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപായി നടന്നതായ ഒരു ദൈവദൂതനുണ്ട്. ആ ദൈവദൂതൻ അവിടെ നിന്ന് മാറി ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നിൽ പോയി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം സംഭവിച്ചത് ഇസ്രായേൽ ആരും അറിഞ്ഞിട്ടില്ല. അവരാരും അറിയാതെ ദൈവം അവർക്ക് വേണ്ടി ആ രാത്രിയിൽ അത്ഭുതകരമായ നിലയിൽ ചെയ്തു കൊടുത്ത ഒരു വലിയ സംരക്ഷണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം യാത്ര ആരംഭിച്ച സമയം മുതൽ അവരുടെ മുൻപിൽ ദൈവദൂതൻ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു പോകുന്നതായ ഒരു കാഴ്ച. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നടന്നതായ ദൂതൻ ശത്രു സൈന്യം പിന്നാലെ വരുന്നതായ സമയത്ത് മുന്നിൽ നിന്ന് മാറി പിന്നിൽ പോയി നിൽക്കുന്നതായ ഒരു സമയം. എത്രയോ അത്ഭുതകരമായ ഒരു പരിപാലനമാണിത്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്.
നാം അറിയാതെ ദൈവം നമ്മെ സംരക്ഷണ ചെയ്യുന്ന വിധങ്ങൾ നാം ഈ പ്രഭാതത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ ഒരു ഭാഗം നമ്മെ സഹായിക്കട്ടെ. നമ്മെ കാവൽ ചെയ്യേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനകാരൻ പറയുന്നത്, ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളായി നമ്മുടെ അരികിൽ നമ്മെ കാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നാം അറിയാതെ സേവകാത്മാക്കളായി നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മെ സേവിച്ചുകൊണ്ട്, നമ്മെ പരിപാലിച്ചുകൊണ്ട് ദൈവം അയച്ച ദൂതന്മാർ ഈ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ചുറ്റിനുമുണ്ടായിരുന്നു. നാം അറിയാതെ അവർ നമുക്ക് കാവൽ ചെയ്തു. ഈ കഴിഞ്ഞ രാത്രിയിൽ നാം കിടക്കയിലായിരുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ പിശാച് നമ്മോട് അടുത്തു വരാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ നാം അറിഞ്ഞില്ല. കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാവൽ ചെയ്തതായ, നമ്മെ പരിപാലിച്ചതായ വിധങ്ങൾ നാം ഓർത്തില്ല. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞില്ല, നാം അതൊന്നും കണ്ടില്ല. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി എത്ര വലിയ പരിപാലനമാണ് ഒരുക്കിയത്. ഇതേ കാര്യം തന്നെയാണ് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത്. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാവൽ ചെയ്യുന്ന പരിപാലനത്തിൻ്റെ വിധങ്ങൾ 91 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 91 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നോക്കുക, ദൈവത്തിൻ്റെ പരിപാലനം എത്ര വിലയേറിയതാണ്. നാം അറിയാതെ നമ്മെ പരിപാലിക്കുന്ന ദൂതന്മാർ നമ്മുടെ ചുറ്റിലും അണിനിരക്കുകയാണ്. നാം യാത്ര ചെയ്യുന്നതായ സമയത്ത്, നാം ഭവനത്തിലായിരിക്കുമ്പോൾ, നാം ഉറങ്ങുന്നതായ സമയത്ത്, നാം ജോലിക്കായിട്ട് പോകുമ്പോൾ, എല്ലാ സമയത്തും ദൈവദൂതന്മാരുടെ ഒരു വലിയ സംരക്ഷണം നമുക്ക് ചുറ്റും ദൈവം നൽകുകയാണ്. എത്ര അത്ഭുതാവഹമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയിലും ആ സംരക്ഷണം നമുക്കുണ്ടായിരുന്നു. നാം അറിയാതെ ദൈവം നമ്മെ കാവൽ ചെയ്തു, നമ്മെ സംരക്ഷണ ചെയ്തു. നാം കഴിഞ്ഞ രാത്രിയിൽ കിടക്കയിലായിരുന്നപ്പോൾ ഒരുപക്ഷെ പിശാച് നമ്മോട് അടുത്തു വന്ന് നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പല പ്രാവശ്യം ശ്രമിച്ചെന്നിരിക്കാം. അതുകൊണ്ടാണ് ദൈവദാസൻ ഇങ്ങനെ പാടിയിട്ടുള്ളത്: കിടക്കയിൽ വച്ചരിയാം സാത്താനടുക്കാതിരിപ്പതിന്നൻ, അടുക്കൽ ദൂതഗണത്തെ കാവലണച്ച കൃപയാനൽപ്പം, അടുക്കൽ ദൂതഗണത്തെ കാവലണച്ച കൃപയാനൽപ്പം. ഈ കഴിഞ്ഞ രാത്രിയിൽ ശത്രുവായ സാത്താൻ നമ്മോട് അടുക്കാതിരിപ്പതിന് വലിയവനായ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് കാവലായി അയച്ച ആ വലിയ കൃപയുണ്ടല്ലോ, അതെത്രമാത്രം അത്ഭുതകരമായ ഒരു കൃപയാണ്. അത് ഏറ്റവും വിലയേറിയതായ ഒരു ദൈവ കൃപയാണ് എന്ന് ഇന്ന് രാവിലെ പാടുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം രാവിലെ പാട്ടിലൂടെ ഓർത്തതുപോലെ, കർത്താവേ, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എനിക്ക് എന്താണ് യോഗ്യതയുള്ളത്? കർത്താവെ, ഞാൻ അറിയാതെ അവിടുത്തെ ദൂതന്മാരെ അയച്ച് എന്നെ കാവൽ ചെയ്ത് എന്നെ പരിപാലിച്ച അവിടുത്തെ കരുതലിന് ഞാൻ എന്ത് യോഗ്യതയാണ് അവകാശപ്പെടാനുള്ളത്? എനിക്ക് യാതൊരു യോഗ്യതയും അവകാശപ്പെടാനില്ല. എന്നാൽ അവിടുന്ന് ഞാൻ അറിയാതെ ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നെ പരിപാലിച്ചു. ഇന്ന് രാവിലെ കണ്ണു തുറക്കുവാൻ, ഈ ഭൂമുഖത്ത് ജീവനോടെ ഇരിപ്പാൻ അവിടുന്ന് എന്നെ അനുവദിച്ചു എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയുവാനായിട്ടില്ല. ഈ കഴിഞ്ഞ രാത്രിയിൽ നാം കിടന്നതായ സമയത്ത്, പ്രിയമുള്ളവരെ, കിടക്കയിലേക്ക് പോയ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്രഭാതത്തിൽ ഉണരുവാൻ സാധിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് അവരുടെയൊക്കെ മിടുക്കുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടല്ല ഇന്ന് രാവിലെ നാം ഭൂമുഖത്ത് കണ്ണുകളെ തുറന്നത്. നാം ആരും ആഗ്രഹിച്ച് ഉറപ്പിച്ചുകൊണ്ട് കണ്ണു തുറന്നതല്ല. എന്നാൽ ദൈവം നമ്മുടെ കണ്ണിനെ ഈ ഭൂമുഖത്ത് തുറക്കുവാൻ അനുവദിച്ചു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ട് സാധ്യമല്ല. ഒരു വലിയ വേദചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ ഹൃദയം മിടിക്കുന്നതായ സമയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചില സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ ഹൃദയമിടിപ്പുള്ളത്. ഒരു തവണ ഹൃദയം ഒന്ന് മിടിച്ചതിന് ശേഷം വീണ്ടും ഒരു അല്പ ഇടവേള കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഹൃദയമിടിപ്പുണ്ടാകുന്നത്. ആ വേദചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഓരോ തവണയും ഹൃദയം മിടിച്ചതിന് ശേഷമായി വലിയവനായ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതായ ഒരു ചെറിയ ഇടവേളയാണ് അതെന്നാണ് ആ വേദചിന്തകൻ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ദൈവത്തോട് അനുവാദം ചോദിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഹൃദയമിടിപ്പുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവയാണെന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇസ്രായേൽ ജനം അറിയാതെ അവരുടെ മുൻപാകെ നടന്ന ദൈവദൂതൻ ശത്രു സൈന്യം പാഞ്ഞു വരുമ്പോൾ ആ ദൂതൻ മുന്നിൽ നിന്ന് മാറി
പിന്നിൽ പോയി നിൽക്കുന്നതായ ഒരു കാഴ്ച, രാത്രിയെ പ്രകാശമാനമാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച. എന്നാൽ ശത്രു സൈന്യത്തിന് അന്ധകാരം വ്യാപിക്കുന്ന നിലയിൽ ആ ശത്രു സൈന്യം ഇസ്രായേൽ ജനത്തോട് അടുത്തു വരാതെ വണ്ണം അവരെ അകറ്റി നിർത്തുന്നതായ അത്ഭുതാവഹമായ ഒരു കരുതൽ, ഈ കരുതൽ രാത്രിയിൽ അനുഭവിക്കുവാൻ നമുക്കും ഇടയായിട്ടുണ്ട്. നാം അറിയാതെ നമ്മെ ദൈവം കാവൽ ചെയ്തിട്ടുണ്ട്. യാക്കോബ് ഏകനായി ഒരു വനാന്തരത്തിൽ ഒരു പരുവരുത്ത കല്ല് തലയണയായി വെച്ച് അതിന്മേൽ തലയായി ചുറങ്ങിക്കിടക്കുന്നതായ സമയത്ത് രാത്രിയിൽ താൻ കാണുന്നതായ സ്വപ്നം അത്ഭുതാവഹമായ ഒരു സ്വപ്നമാണ്. എന്തായിരുന്നു അത്? ദൈവദൂതന്മാർ തൻ്റെ അരികിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന കോവണിയിലൂടെ അങ്ങോട്ട് കയറുകയും അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നതായ അത്ഭുതകരമായ ഒരു കാഴ്ച. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുന്നതായ ഒരു കാഴ്ച. ഇതെത്രയോ അത്ഭുതാവഹമാണ്. ഈ കഴിഞ്ഞ രാത്രിയിൽ പ്രിയമുള്ളവരെ, നാം അറിയാതെ നമ്മുടെ അരികിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന കോവണിയിലൂടെ ദൈവദൂതന്മാർ അങ്ങോട്ട് കയറുകയും താഴേക്ക് ഇറങ്ങി വരികയും ചെയ്ത ആ അത്ഭുതകരമായ ഒരു പരിപാലനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ദൈവം ചെയ്ത ഈ അത്ഭുതകരമായ പരിപാലനത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം കേട്ടതുപോലെ രാത്രിയിലുള്ള കർത്താവെ അവിടുത്തെ കരുതലും രാവിലെയുള്ള അവിടുത്തെ വിശ്വസ്തതയും എനിക്ക് അനുഭവിക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത്. എന്നെ അവിടുന്ന് കരുതുന്ന വിധങ്ങൾ എത്രയോ അത്ഭുതാവഹമായിട്ടുള്ള വിധങ്ങളാണ്. ആ കർത്താവിൻ്റെ പരിപാലനത്തിനും കർത്താവിൻ്റെ കാവലിനും നമ്മെ ദൈവദൂതന്മാരെ അയച്ച് പരിപാലിക്കുന്ന അത്ഭുതകരമായ വിധങ്ങൾക്കും സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ദിവസം ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമ്മെ ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സുരക്ഷിതരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ വഴിയാത്രകളിൽ നാം ജോലിസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ അവിടെ എവിടെയായിരുന്നാലും അവിടെ എല്ലാം കർത്താവിൻ്റെ പരിപാലനം അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അത്ഭുതകരമായ പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലെ അവിടുത്തെ കരുതലിനെയും രാവിലെയുള്ള വിശ്വസ്തതയ്ക്കും എന്ത് യോഗ്യതയാണ് കർത്താവേ ഞങ്ങൾക്കുള്ളത്. എന്നാൽ അവിടുന്ന് എത്രയോ അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിക്കുന്നു. ഈ ലോകയാത്രയിൽ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം എത്രയോ വിലയേറിയതാണ്. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാറ്റിനും നന്ദി പറയുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ശത്രുവായ സാത്താൻ ഞങ്ങളോട് അടുക്കാതെ വണ്ണം അവിടുത്തെ ദൂതന്മാരെ ഞങ്ങൾക്ക് കാവലണച്ച അവിടുത്തെ ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൂതന്മാരെ അയച്ച് ഞങ്ങളെ കാവൽ ചെയ്യുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരികയും ചെയ്യുന്ന അവിടുത്തെ അത്ഭുതകരമായ പരിപാലനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഭൂമുഖത്ത് കണ്ണുകളെ തുറക്കുവാൻ ഞങ്ങളെ അനുവദിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ കാവൽ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവദൂത സഞ്ചയത്തിൻ്റെ വലിയ കാവൽ ഞങ്ങൾക്ക് ചുറ്റോട് നിർത്തിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൂതന്മാർ അവർക്ക് ചുറ്റും കാവലായി നിൽക്കട്ടെ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ കാവൽ അനുഭവിക്കുവാനിടയാകട്ടെ. അവിടുത്തെ സംരക്ഷണത്തിൻ്റെ മതിലിനുള്ളിൽ സുരക്ഷിതരായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അവിടുത്തെ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലായി നിർത്തിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ പിതാവുമാകയാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുത്തെ മുൻപാകെ സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.